അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വേണം ഒരു നോബൽ. 2009 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചതു മുതലാണ് സമാധാന നോബൽ ട്രംപിൻ്റെയും സ്വപ്നമായി മാറിയത്. ട്രംപിൻ്റെ ആഗ്രഹം കണ്ടറിഞ്ഞിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് തന്നെ. ഈ രാജ്യങ്ങൾക്കെല്ലാം തങ്ങളുടേതായ മുൻഗണനകളുമുണ്ട്. ചിലർക്ക് രാജ്യങ്ങളുടെ മേൽ ചുമത്തുന്ന അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കണം, മറ്റു ചിലർക്കാകട്ടെ ട്രംപിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കണം. ആഗോള സമാധാനത്തിൻ്റെ ദൂതനായി തന്നെ വാഴ്ത്തണമെന്ന ട്രംപിൻ്റെ തീവ്രമായ ആഗ്രഹത്തെ നടത്തിക്കൊടുക്കാനാണ് ഇവരുടെ ശ്രമങ്ങളെല്ലാം തന്നെ. ഇത്തരത്തിൽ സമാധാന നോബലിനെ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്ന പ്രവണതകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഒബാമ എന്ന് പേരിട്ടിരുന്നുവെങ്കിൽ അത് 10 സെക്കൻഡിനുള്ളിൽ ലഭിക്കുമായിരുന്നുവെന്നും ട്രംപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താൻ എന്തൊക്കെ ചെയ്താലും സമാധാനത്തിനുള്ള അംഗീകാരം ലഭിക്കില്ല, പക്ഷേ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും അതിനാണ് പ്രാധാന്യമെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ ലോക സമാധാനത്തിനായി കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് സോഷ്യൽ ട്രൂത്തിൽ ജൂലൈ 21 പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടഞ്ഞു, സെർബിയ കൊസോവോ യുദ്ധം അവസാനിപ്പിച്ചു, ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്താൻ ഇടപെട്ടു, മിഡിൽ ഈസ്റ്റിൽ അബ്രഹാം ഉടമ്പടി ഉണ്ടാക്കി, ഇതൊക്കെയാണ് പോസ്റ്റിലുള്ളത്. റഷ്യ യുക്രൈൻ പ്രശ്നത്തിലും ഇസ്രായേൽ ഇറാൻ വിഷയത്തിലും എന്തു സംഭവിച്ചാലും തനിക്ക് നോബൽ സമ്മാനം കിട്ടില്ലെന്നുമൊക്കെ ട്രംപ് അന്ന് വിലപിച്ചു. അവർ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകില്ലെന്നും ലിബറലുകൾക്ക് മാത്രമേ നൽകൂവെന്നും ട്രംപ് ആരോപിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മധ്യസ്ഥതയിൽ മൂന്നാം കക്ഷി ഉൾപ്പെട്ടില്ലെന്നാണ് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ താൻ ഇടപെട്ടുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2026 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകണമെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ട്രംപ് നടത്തിയ ഇടപെടൽ കണക്കിലെടുത്താണ് 2026 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തത്. ആണവായുധങ്ങളുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപ് പ്രധാന പങ്കുവഹിച്ചുവെന്ന് വ്യക്തമാക്കിയ പാകിസ്ഥാൻ എക്സിലെ ഒരു പോസ്റ്റിലാണ് ട്രംപിന് നോബൽ പുരസ്കാരം നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. ഒരു യഥാർത്ഥ സമാധാനകാംക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കാണ് ഈ ഇടപെടലെന്ന് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതുൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയെന്നും നോബൽ പുരസ്കാരത്തിന് താൻ അർഹനാണെന്നും വാദിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ നാമനിർദ്ദേശം. പുരസ്കാരം തനിക്ക് 4-5 തവണ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയതിനു പിന്നാലെ പാക് സൈനിക മേധാവി അസീം മുനീറിന് അമേരിക്ക വിരുന്നൊരുക്കുകയും ചെയ്തു. ആണവായുധ യുദ്ധം തടഞ്ഞതിന് US പ്രസിഡന്റിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് അസീം മുനീർ പറഞ്ഞത്. അതിനു പിന്നാലെയാണ് ട്രംപ് വിരുന്നൊരുക്കിയതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ട്രംപിനെ നോബലിനായി നിർദ്ദേശിച്ചത്. അതേസമയം G7 ഉച്ചകോടിക്കെത്തിയ മോദിയെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും മോദി നിരസിക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാനും പിന്നാലെയാണ് ഇസ്രയേലും ഇതേ നിലപാട് വ്യക്തമാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത തന്ത്രപരമായ പങ്കാളിയും സുരക്ഷാ സഹകാരിയുമാണ് ഇസ്രയേൽ. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുതൽ അമേരിക്ക ഇസ്രയേലിന് മറ്റേതു രാജ്യത്തെക്കാളും കൂടുതൽ വിദേശ ധനസഹായം നൽകി വരുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നോബലിന് നാമനിർദ്ദേശം നടത്തിയ കാര്യം ട്രംപിനോട് വെളിപ്പെടുത്തിയത്. സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുത്തുന്നതിൽ ട്രംപ് വഹിച്ച പങ്ക് ചൂണ്ടിക്കാണിച്ചാണ് നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം നൽകിയതെന്നും നെതന്യാഹു ട്രംപിനെ പൊക്കി പറയുകയും ചെയ്തു. നോബൽ കമ്മിറ്റിക്ക് അയച്ച കത്തും ട്രംപിന് കൊടുത്തു. മറുപടിയായി നോബലിന് നാമനിർദ്ദേശം ചെയ്ത നെതന്യാഹുവിനോട് ട്രംപ് നന്ദി പറയുകയും ചെയ്തു. താൻ യുദ്ധങ്ങൾ നിർത്തുകയാണ്, ആളുകൾ കൊല്ലപ്പെടുന്നത് കാണുന്നതിനെ വെറുക്കുന്നുവെന്നും ട്രംപ് പറയുകയുണ്ടായി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം ഉടമ്പടി തയ്യാറാക്കുന്നതിൽ ട്രംപിന്റെ ഇടപെടൽ എടുത്തു പറയുകയും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ നടത്തുന്ന പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തതോടെ ട്രംപും സന്തുഷ്ടനായി. ബഹ്റൈനും ഇസ്രയേലും UAEയും ചേർന്നുള്ള സമാധാന കരാറായിരുന്നു അബ്രഹാം കരാർ. ട്രംപിന്റെ ഇടപെടലിന്റെ ഫലമായാണ് അത്തരത്തിലൊരു കരാറുണ്ടായത്. പുതിയ മധ്യപൂർവേഷ്യയുടെ ഉദയമെന്നാണ് ട്രംപ് എന്നതിനെ വിശേഷിപ്പിച്ചത്. അറബ് രാജ്യങ്ങളുമായി സമാധാന കരാർ എന്നത് ഇസ്രയേലിന്റെ വിദേശ നയത്തിൽ നിർണായകമായിരുന്നു. നെതന്യാഹുവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് അന്ന് ട്രംപ് കുടപിടിച്ചത്. കംബോഡിയയും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമാധാനത്തിനായി ട്രംപ് ചെയ്ത കാര്യങ്ങൾ നോബൽ സമ്മാനത്തിന് അർഹമാണെന്നാണ് ഈ രാജ്യങ്ങളുടെയും വാദം. കംബോഡിയ തായ്ലൻഡ് തർക്കത്തിൽ ട്രംപ് നടത്തിയ ഇടപെടലുകൾ സമാധാനം കൊണ്ടുവന്നുവെന്നാണ് അവരുടെ പക്ഷം. കംബോഡിയയ്ക്കും തായ്ലൻഡിനും ഇടയിലുള്ള അതിർത്തി സംഘർഷം തടയുന്നതിൽ
അമേരിക്കൻ പ്രസിഡന്റിന്റെ അസാധാരണമായ നയതന്ത്രജ്ഞതയെ പ്രശംസിച്ചുകൊണ്ടാണ് കംബോഡിയയുടെ പ്രധാനമന്ത്രി ഹൺ മാനെറ്റ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തത്. നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് അയച്ചതായി പറയുന്ന ഒരു കത്ത് സഹിതമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് കംബോഡിയയുടെ ഉപപ്രധാനമന്ത്രി സൺ ചന്തോൾ ട്രംപിനെ നോബേലിനായി നോമിനേഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്ക കംബോഡിയൻ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ 49% തീരുവ 19% കുറച്ചു കൊടുത്തു. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സംഘർഷം. 1907 ഈ ക്ഷേത്രത്തെ ചൊല്ലി ആദ്യമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. കംബോഡിയ ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് നിർമ്മിച്ച ഒരു മാപ്പായിരുന്നു ഈ തർക്കത്തിന് കാരണം. 817 കിലോമീറ്റർ അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത്. അതിർത്തി എവിടെയാണ് എന്നതിൽ ഇവർ തമ്മിൽ ഇതുവരെയും രമ്യതയിൽ എത്തിയിട്ടില്ല. തർക്കപ്രദേശത്തുള്ള തമോൻതോം ക്ഷേത്രത്തിന് സമീപം സൈനികർക്ക് നേരെ നടന്ന ഒരു ആക്രമണമാണ് പുതിയ സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചത്. ട്രംപിന്റെ ഇടപെടലിൽ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും അതിർത്തി പ്രശ്നത്തിന് യാതൊരു പരിഹാരവുമായില്ല എന്നതാണ് വസ്തുത. തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കത്തിൽ ഇരു രാജ്യങ്ങളും രമ്യതയിലെത്തിയെന്നാണ് ട്രംപിന്റെ വാദം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയുമായുള്ള സമാധാന കരാറിന് ട്രംപ് നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപിനെ നോബേലിനായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. ആഫ്രിക്കയിൽ സ്വാധീനത്തിനായി യുഎസും ചൈനയും സജീവമായി മത്സരിക്കുന്ന ഈ സമയത്ത് ലോകോത്തര സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ സ്വർണം, കൊബാൾട്ട്, ചെമ്പ്, ലിഥിയം തുടങ്ങിയ നിർണായക ധാതുക്കൾ ലഭ്യമാക്കാൻ US സർക്കാരിനെയും അമേരിക്കൻ കമ്പനിയെയും DRC റുവാണ്ട കരാർ സഹായിക്കും. ഈ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷത്തിന് പകരമായി സുരക്ഷയും ശാന്തതയും ഉറപ്പാക്കാനുള്ള US ശ്രമത്തിന് പിന്നിലും വ്യക്തമായ ഭൗമരാഷ്ട്രീയമുണ്ട്. ധാതുസമ്പന്നമായ ഈ മേഖലയിലെ നിക്ഷേപത്തിലൂടെ ചൈനയുടെ ആധിപത്യത്തെ ചെറുക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. 1990കളുടെ തുടക്കം മുതൽ വിഭവങ്ങളുടെ നിയന്ത്രണത്തിനായി മത്സരിക്കുന്ന ഡസൻ കണക്കിന് സായുധ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഈ താത്കാലിക സമാധാന കരാർ ദീർഘകാലത്തേക്ക് ശാന്തി പരത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ പോരാട്ടം അത്ര പെട്ടെന്ന് അവസാനിക്കുമോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. ട്രംപ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അർഹിക്കുന്നു എന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ്. ചിരകാല വൈരികളായ അർമേനിയയും അസർബൈജാനും പതിറ്റാണ്ടുകൾ നീണ്ടുന്ന സംഘർഷം അവസാനിപ്പിച്ചാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ സുപ്രധാനമായ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ നൽകണമെന്ന് ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാരുടെ ആവശ്യമുയർന്നത്. ട്രംപിന്റെ മധ്യസ്ഥത സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിക്കൊടുക്കുമെന്നാണ് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പറയുന്നത്. കൂടാതെ നോബൽ കമ്മിറ്റിക്ക് സംയുക്തമായി അപ്പീൽ നൽകാനും തീരുമാനിക്കുകയും ചെയ്തു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്ന അർമേനിയയും അസർബൈജാനും തമ്മിൽ അമേരിക്കയുമായി ചേർന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതോടെ മേഖലയിൽ റഷ്യയുടെ സ്വാധീനം കുറയും. ഊർജം, സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനായി അർമേനിയയും അസർബൈജാനും അമേരിക്കയുമായി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അസർബൈജാനുമായുള്ള US സൈനിക സഹകരണത്തിലെ നിയന്ത്രണങ്ങളും അമേരിക്ക ഇതോടെ നീക്കി. അസർബൈജാനെ അവരുടെ ബാഹ്യപ്രദേശമായ നഖ്ഷിവനുമായി ബന്ധിപ്പിക്കുന്നതിന് അർമേനിയയിലൂടെ ഒരു ഗതാഗത ഇടനാഴി ഇതോടെ സ്ഥാപിക്കും. ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്നാണ് ഈ ഇടനാഴിയുടെ പേര്. ഇതിന്റെ വികസന അവകാശങ്ങൾ അമേരിക്കയ്ക്കായിരിക്കും. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അർമേനിയയും മുസ്ലിം ഭൂരിപക്ഷമുള്ള അസർബൈജാനും പതിറ്റാണ്ടുകളായി സംഘർഷത്തിലായിരുന്നു. തർക്കപ്രദേശമായ കാരബാഖിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും 2 തവണ യുദ്ധവും ചെയ്തിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും നയതന്ത്ര ബന്ധം തുറക്കാനും പരസ്പര പ്രാദേശിക സമഗ്രതയെ ബഹുമാനിക്കാനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും ട്രംപ് പറഞ്ഞു. ദക്ഷിണ കോക്കസിലെ എതിരാളികൾ തമ്മിലുള്ള കരാർ ട്രംപ് ഭരണകൂടത്തിന് ഒരു സുപ്രധാന നേട്ടമാണ്. ഈ മേഖലയെ തങ്ങളുടെ സ്വാധീന മേഖലയായി കാണുന്ന മോസ്കോയെ ഇത് തീർച്ചയായും അസ്വസ്ഥമാക്കും. എന്നാൽ ഈ കരാറിന്റെ ദീർഘകാല സാധ്യതകൾ തുടർച്ചയായ US ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുമെന്നും വിമർശനമുണ്ട്. കാരണം അർമേനിയയ്ക്കും അസർബൈജാനും സമാധാനപരമായ പരിഹാരങ്ങളെക്കാളും പരാജയപ്പെട്ട ചർച്ചകളുടെയും ആക്രമണങ്ങളുടെയും നീണ്ട ചരിത്രമാണുള്ളത്. US-ന്റെ ശരിയായതും തുടർച്ചയായതുമായ ഇടപെടലുകളില്ലെങ്കിൽ പ്രശ്നം വീണ്ടും സ്തംഭനാവസ്ഥയിലാവുകയും പുതിയ പിരിമുറുക്കങ്ങൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുടെ നീക്കങ്ങൾ നയതന്ത്രപരമായ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കാണാം. ട്രംപിന്റെ സമാധാന ചർച്ചകളിലും കൃത്യമായ അമേരിക്കൻ താൽപ്പര്യങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പിന്തുണ നേടാനും
ആഗോളതലത്തിൽ തങ്ങളുടെ പ്രാധാന്യം കൂട്ടാനുമുള്ള നീക്കങ്ങളാണിതെന്നും വിമർശനമുണ്ട്. ഈ രാജ്യങ്ങൾ നിലവിൽ നേരിടുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളും അവരുടെ നിലപാടുകളെയും സ്വാധീനിക്കുന്നുണ്ട്. ട്രംപിന് സമാധാന നോബൽ നൽകണമെന്നുള്ളതിന് പിന്നിലുള്ള ലോകരാജ്യങ്ങളുടെ ഫ്ലാറ്ററി ഡിപ്ലോമസിയെ വിമർശനാത്മകമായി തന്നെ വീക്ഷിക്കണം. ട്രംപിനെ സമാധാന നോബലിനായി നാമനിർദ്ദേശം നൽകുന്ന രാജ്യങ്ങളുടെ നയതന്ത്രപരമായ ലക്ഷ്യങ്ങളെയും പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനിൽ യുദ്ധകാഹളം മുഴക്കിയതും റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന് ആയുധവും ധനവും നൽകിയതും ട്രംപ് തന്നെയാണ്. യുക്രൈനിലെ റഷ്യയുടെ 3.5 വർഷം പഴക്കമുള്ള യുദ്ധമോ ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷമോ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ദൂതനായി വാഴ്ത്തപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുമ്പോഴും തർക്കഭൂമികളിലെ കരാറുകളെ വിശകലനം ചെയ്താൽ പല കരാറുകൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ലെന്നും കാണാം. സമാധാന നോബൽ സമ്മാനം നൽകുന്നത് സായുധ സംഘർഷം കുറയ്ക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുരഞ്ജനം വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കായുള്ള അംഗീകാരമാണെന്നും നമ്മൾ മറന്നുപോകരുത്.